ഹലോ, അപ്പോൾ നമ്മളിന്നുണ്ടല്ലോ പഴനിക്ക് പോടാ. നമുക്ക് ട്രെയിൻ വരെ 2:30. അതേ കണ്ട, അവനും ഇവനും നല്ല ഉറക്ക. ദശ ഇവിടെ ഉണ്ട്, ആർദ്ര അവിടെ ഉണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ചായക്ക് കുടിച്ചിറങ്ങാൻ നിൽക്കുക. മരം ചെനീക്കണ ലക്ഷണമില്ല. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് എണീപ്പിച്ചിട്ട് പോവാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ പഴനിക്ക് പോട്ടാ. ഉണ്ണീനെ മുട്ടടിക്കാൻ ദേ വൈശാഖുണ്ട്, അക്ഷയുണ്ട്, യാഷുണ്ട്. യാഷ് മുട്ടടിക്കാൻ പോട്ടെ ഞങ്ങൾ. യാഷിത് അമ്പിളി മാമനെ കണ്ടിട്ട് ഓഹോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ എവിടെയാ അമ്പിളി മാമൻ? എവിടെയാ യാശ അമ്പിളി മാമൻ? ഞങ്ങളപ്പം നാളെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. പഴനിക്ക് പോകുന്ന ട്രെയിൻ നോക്കിയിട്ട് ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത എക്സ്പ്രസ് നോക്കാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 പോകാൻ പറഞ്ഞു. വർഷയും ആർദ്രയും ഉണ്ണിയൊക്കെ കൂടി ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 2 നീക്കിട്ടിരിക്കട്ടാ. നമ്മളപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിലെ അപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പഴനിക്ക് പോകാൻ കാത്തിരിക്കട്ടാ. അക്ഷയ ഒരു ഹായ് പറയൂ. അക്ഷയ്ക്ക് നാണായിട്ടാ. യാഷ് നീ പറയടാ, ഒരു ഹായ് പറഞ്ഞേ. യാഷ് ഹായ് പറയും. പൈസാക്ക് വയ്യ. യാഷേ അപ്പോൾ ഇതല്ല കേട്ടോ നമ്മുടെ ട്രെയിൻ ആലുവ എത്തിയിട്ടുള്ളൂ. അവിടെ നിന്ന് വരണം. യാഷ് തീവണ്ടി പോണത് ആദ്യമായിട്ട് കണ്ടണ്ട. ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ വട്ടം. യാഷ് നോക്കിക്കൊണ്ടിരിക്കുക തീവണ്ടി പോണ. അതിന് തല കറങ്ങോട്ട് അതിനെ നോക്കിയിട്ട് യാഷ് ഇങ്ങോട്ട് നോക്കടാ. അച്ഛൻ നോക്കി. യാഷ് തല കറങ്ങും മോനെ. ഉണ്ടല്ലോ നമ്മളെ മുടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കണ്ടാ. കണ്ട മുടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കണ്ടാ. അപ്പോൾ നമ്മൾ പിടിക്കാൻ പോണ പഴനിക്ക്. യാഷും മുടി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോണ പഴനിക്ക്. തീവണ്ടി അമ്പോ ഡാ. തീവണ്ടി എവിടെയാ ഷുട്ടാ? തീവണ്ടി എവിടെയാ? അതാണോ തീവണ്ടി? ഒയ്യോ. അപ്പൊ ഞങ്ങള് ട്രെയിനിൽ കയറിയിട്ടാ. യാഷിതെ വൈശാഖിത കയറിപ്പോണ്ട് ഇതിലേക്ക്. ആർദ്ര ഉണ്ണീനെ പിടിച്ചിട്ടുണ്ട്. അക്ഷയത അടിയിലിരിക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് ട്രെയിൻ എടുത്തുവിടാ. സ്റ്റാർട്ട് ചെയ്തു. ഇവനെ കണ്ട, ഇവ ഇന്നലെ ഉറങ്ങിയപ്പോൾ 4 മണിയായി. 4 മണി എവിടുന്ന് ഉറങ്ങാ. അപ്പോൾ നമ്മൾ പഴനി എത്താറായിട്ട് ഏകദേശം. പക്ഷേ നല്ല ഉറങ്ങാം. ഒരു 6:25. ഷോറൂണോ അപ്പോൾ നമ്മളുണ്ടല്ലോ പഴനിയിൽ എത്താറായിട്ടാ. അടുത്ത സ്റ്റോപ്പാണ് പഴനി. നമ്മളവിടെ എത്താറായി. നല്ല സ്ഥലങ്ങൾ. അവിടെ കുറേ വിൻഡ് മില്ലൊക്കെ ഉണ്ട്. തിരിയാനുള്ള ഇത് രസമാണ്. നമ്മളവിടെ ഒന്നില്ലേ അതുകൊണ്ട് സാധനം. അക്ഷയമാർ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ. പക്ഷേ എന്തൊക്കെയോ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഴനി എത്തിയിട്ടാ. അവിടെ പഴനിമല കണ്ടായിരുന്നു. ഇവിടെ എത്തി. അങ്ങനെ നമ്മളൊരു 7 മണിയായപ്പോൾ പഴനിയിലെത്തിയിട്ടാ. നമ്മൾ ഒരു 2:35 കയറിയിട്ട് 7 മണിയായപ്പോൾ നമ്മൾ പഴനിയിലെത്തിയിട്ടാ. അവിടെയാണ് പഴനിമല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റും. ആ ഭാഗത്തായിട്ടാണ് പഴനിമല. ദേ കാണുന്നുണ്ട, അതാണ് നമ്മുടെ പഴനിമല. നമ്മളപ്പോൾ എത്തിക്കഴിഞ്ഞു. വേണ്ട ബോർഡ് കണ്ട, നമ്മൾ പഴനിയിലെത്തിയിട്ടാ. വേണ്ട അക്ഷയിരിക്കുന്നുണ്ട, ഇവിടെ അക്ഷയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ
നമ്മളെ പഴനിയിലെത്തിയിട്ട് നമ്മൾ ചെക്കൻ ഇറങ്ങി, നമ്മളെ ട്രെയിൻ ഇറങ്ങി. അപ്പോൾ നമ്മളിനി അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഓട്ടോയിൽ കയറിയിട്ടാ 150 രൂപയാണ് പറഞ്ഞ ഓട്ടോയിൽ. അമ്പലത്തിൻ്റെ അടിയിൽ അവിടെ ഇറക്കിയിടാന്ന് പറഞ്ഞാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവരും ഒക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകണം മുടി പഠിക്കാൻ. കണ്ട അവിടെ നല്ല കുതിര വണ്ടിക്ക് ഉണ്ട്. നമുക്ക് അവിടെ അമ്പലത്തിൻ്റെ അവിടെ അങ്ങോട്ട് വേണം കുതിര വണ്ടിയിൽ കയറാൻ. ഓട്ടോറിക്ഷയിൽ പോടാ പകുതിന്ന് ഒരാളൊക്കെ കയറി ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. ചെയ്യാ കുഴപ്പമില്ല പോവന്നെ പോയിക്കൊണ്ടിരിക്കുന്ന തിരക്കൊക്കെ ഉണ്ട് റോഡിൽ. പഴനിയിൽ അവിടെ നമ്മൾ ഇറക്കി വിട്ടു. ഇതേ പഴനിമല കാണുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു നീട്ടിന്ന് പൈസ എടുക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടാ. ഇവിടെ യാഷ് ഉറങ്ങാണ്. നമ്മൾ കയറിയേക്കണത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഹോട്ടൽ, എന്നിട്ട് ശരവണ ഭവ ഹോട്ടൽ. ഇവിടെ കണ്ടാ നമ്മൾ ഫുഡ് കഴിക്കാൻ. പൈസക്ക് ഇത് അങ്ങോട്ട് തിരിഞ്ഞിക്കുക. അവന് ഫേസ് കാണിക്കാൻ ഇതിൽ മടിയുണ്ട്. അതാ ഇടയിൽ ഇങ്ങനെ മിന്നി മാറിപ്പോളവൻ. അപ്പോൾ നമ്മൾ ഗോലി സോഡ പൊട്ടിക്കുന്നുണ്ടാ. ആണ്ടാ ഓ പവറേഷ് എങ്ങനെയുണ്ട്? ഷേ കുടിച്ച് നോക്കണ്ടാ. എൻ്റെ പോലെ ഷേ കുടിച്ചിട്ട് എന്തോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷേക്ക് ഇഷ്ടമായില്ല. സാധനം ഇപ്പോൾ ഫ്ലോപ്പായി. പരിപാടി ഫ്ലോപ്പായി. സോഡ ഫ്ലോപ്പ്. മണത്ത് കുടിക്കും. ആർക്കും ഇഷ്ടമായിട്ടില്ല എന്നാ തോന്നണം. എനിക്കും ഇഷ്ടമാവും. ഉപ്പിടുക സോഡ ഒക്കെ കുടിച്ചിട്ട് അതിൽ ഗോട്ടി എടുത്തുക. പക്ഷേ ഗോട്ടി ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കിയിരിക്കുന്നുണ്ട് ഇവരൊക്കെ. ഇതല്ല ഗോട്ടി, ഇത് വേറെ ഗോട്ടി, ഇത് വേറെ ഗോട്ടി. അപ്പം അതിനെക്കുറിച്ച് പറയണ അത് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാല ദോശ കഴിക്കാൻ പോവാം. മസാല ദോശയാണ് കഴിക്കണം. ഇവിടുത്തെ മസാല ദോശ എങ്ങനെയുണ്ട് നമുക്ക് അശ്വടിച്ച് നോക്കിയാട്ടോ. അതുകൊണ്ട് അശ്വതി നമ്മളെ തമിഴ്നാട് മസാല ദോശ എങ്ങനെയുണ്ടാവും നിനക്കത് പറയാൻ പറ്റുമോ? കഴിക്കണ്ട്. പക്ഷേ എനിക്ക് അതിന് പറയാൻ താല്പര്യമില്ല. നമുക്ക് കഴിച്ചു നോക്കി തന്നെ പറയാം. കുതിരവട്ടി കേട്ടിട്ട് കുതിര പൊന്തി പറയണല്ലോ ഒരു പോകുന്നത് സുടുതണ്ണി. അതിനുശേഷം നമുക്ക് ഉഴുന്നുവടയും മസാല ദോശ വന്നു. നമുക്ക് ഈ മസാല ദോശയുടെ റിവ്യൂ എടുക്കട്ടോ. അക്ഷയാണ് ഫസ്റ്റ് കഴിക്കാൻ പോകണം. അക്ഷയ ആർക്കും കഴിക്കുന്നുണ്ട്. പൈസ കൊടുത്ത് പടച്ചു തുടങ്ങി. അക്ഷയ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? ഇവിടെ നോക്ക്. ടേസ്റ്റ് ഉണ്ടോ? ഏതാ ഇത് നല്ലതാ? ഇത് വെറൈറ്റി തോന്നിയതാ? അതിനവൾക്ക് വായന്ന് ഇറക്കിയിട്ട് വേണ്ട വെറൈറ്റി പറയാം. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഉഴുന്നുവടയും മസാല ദോശ. ഉഴുന്നുവട എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഉഴുന്നുവട നമ്മുടെ അവിടുത്തെ പോലെ അല്ല. ക്രിസ്പിനെസ് ഒന്നും കാണാനില്ല ഉഴുന്നുവടയിൽ. കഴിക്കാൻ ഞെക്കി നോക്കിയാൽ അറിയാം. ഉഴുന്നുവടയ്ക്ക് ആ ക്രിസ്പിനെസ് ഇല്ല, ഒരിതില്ല. ചമ്മന്തി മറ്റേ തക്കാളി ചമ്മന്തി കേട്ടാ. ചമ്മന്തി എനിക്ക് ഇഷ്ടമായില്ല, പോരാ. നാളികേരം കുഴപ്പമില്ല. ഇവിടുത്തെ സാമ്പാർ നോടാ. സാമ്പാർ എനിക്ക് ഇഷ്ടമായിട്ടാ. തക്കാളി ചട്നി, അത് തക്കാളി അരച്ചത്, നാളികേരം ചമ്മന്തി, സാമ്പാർ. ഇത് ഉഴുന്നോടെ പോരാ എന്ന് പറഞ്ഞിട്ട് ഉഴുന്നോടെ ഫുള്ള് ഞാൻ കഴിച്ചു കൂട്ടാ. രസമുണ്ട്. രസം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇനി നമുക്ക് മസാല ദോശ കഴിച്ചു കൂടാം. അത് മസാല ദോശ ഒരു കഷ്ണം എടുക്കുക. സാമ്പാർ മല്ലി ചീരൊക്കെ കുത്തായിട്ട് നൈസായിട്ടുണ്ട്. ദോശ കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളൊരു ചട്നി ഉണ്ടെന്ന് പറഞ്ഞാൽ മസാല, ഉരുളക്കിഴങ്ങ് മസാല കഴിച്ചോട്ടെ കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് നമ്മളെ ചിക്കൻ കറിയൊക്കെ പോലത്തെ ടേസ്റ്റ്. നല്ല എരിവുണ്ട് കേട്ടോ ഇവിടുത്തെ മസാല. അപ്പോൾ നമുക്ക് ചായയും വന്നിട്ടുണ്ട്. പക്ഷേ ഉണ്ണിക്ക് റസ്ക് കൊടുക്കാട്ടാ. റസ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ മുടി വെട്ടാൻ പോവും. മുടി വെട്ടാനുള്ള ടോക്കണൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ മുടി വെട്ടാനുള്ള ടോക്കൺ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് മുടി വെട്ടാൻ പോകും. ഇവിടെ കുറേ പേര് മുട്ടടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നടന്നെത്തി ഉണ്ണിക്ക് ഇത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് കണ്ടപ്പോൾ കൊണ്ടുവന്നാ കേട്ടോ. മയിലിൻ്റെ ഇത് നല്ല രസമുണ്ടല്ലാണ്.
മയിൽ. ഇനി നമുക്കിത് ഇവിടെ ദേവസ്വത്തിൻ്റെ ഇതുണ്ട്, മുട്ടടിക്കാനുള്ള ടോക്കൺ അവിടെ നിന്ന് കിട്ടുക. അമ്പലത്തിൻ്റെ അവിടെ കയറി വരുന്നവിടെ തന്നെ നമുക്ക് ടോക്കൺ കിട്ടും. ഇതാണ് അമ്പലത്തിൽ കയറി പോകാനുള്ള വഴി കേട്ടോ. അമ്പലത്തിൽ കയറി പോകാനുള്ള വഴി ഇതാ വന്ന് തിരിച്ചിറങ്ങി വരുന്ന വഴിയാണെന്നുകൊണ്ട് കുറച്ച് സാധനന്മാരൊക്കെ ഉണ്ട്. അവിടെയാണ് നമുക്ക് മൊബൈൽ ഫോണൊക്കെ വയ്ക്കാനുള്ള സ്ഥലം. അവിടെയാണ് കേട്ടോ, കുറച്ച് നീങ്ങിയിട്ടാണ് ഈ മുട്ടടിക്കണതിൻ്റെ അവിടെ നിന്ന് അപ്പുറ സൈഡിലാണ് അത്. യാഷം മുട്ടടിച്ചുട്ടാ പഴനി വന്നിട്ട്. യാഷ ആദ്യമായിട്ട് പേടിച്ച് കയറി. അപ്പം ഞങ്ങൾ പഴനിയിൽ നിന്ന് പോരാട്ടാ. യാഷേ യാഷേ ഞങ്ങൾ പോരാട്ടാ. ല്ലോ ഇപ്പോൾ പഴനിയിൽ നിന്ന് KSRTC പിന്നെ ഞങ്ങളവിടെ നിന്ന് ബസ് കയറി പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിടാം. ഞങ്ങളിവിടെ നിന്ന് വരുമ്പോൾ എന്നിട്ട് കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കഴിച്ചു. സൂപ്പർ സാധനം. ഇവിടെ നിന്ന് ചോറും വേറെന്തോ 2 കറികളാണ്. അത് പൊളി സാധനമായിരുന്നു. കാലത്തെ മസാല ദോശകളും സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്കിനി പാലക്കാട് എത്തിയിട്ട് തൃശ്ശൂർക്കാണ് പോകേണ്ടത് കേട്ടോ. ഇത് പാലക്കാട് വരെയുള്ള ബസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു 9-10 മണിയാകുമ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബായ്. അപ്പോൾ ഞങ്ങൾ പഴനിയിൽ പോയിട്ട് 2 പേരും മുട്ടടിച്ചിട്ട് വന്നിട്ടാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ എത്തിയുള്ള തൃശ്ശൂർ കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി വീട്ടിൽ പോവാം കേട്ടോ. അല്ലേ ആശേ പറഞ്ഞാൽ പോവാന്ന് പറഞ്ഞാൽ പോവാട്ടോ. അതെ പോവാം. ശരി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.